പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ നവംബർ 17 മുതൽ പ്രയാണം ആരംഭിച്ച നവകേരള സദസ്സ് എന്ന് പറയുന്ന ആ ഒരു അശ്ലീല വ്യായാമം, ആ ഒരു ഈ പറഞ്ഞതുപോലെ ലക്കും ലഗാനുമില്ലാത്ത ധൂർത്ത്, ആ വ്യായാമം ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വെച്ച് അവസാനിക്കാൻ. സ്വാഭാവികമായി ഈ അവസരത്തിൽ എന്താണ് നവകേരള സദസ്സിലൂടെ ഉദ്ദേശിച്ചത്, എന്താണ് നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നവകേരള സദസ്സ് വലിയ തോതിൽ ബഹുജന പിന്തുണ നേടി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള വാദഗതികളാണ് ശരിക്കും ഈ പറഞ്ഞതുപോലെ കുറേ കാളികൂളികൾ, ജി ശക്തിധരൻ പറഞ്ഞ പോലെ കുറേ കാളികൂളികൾ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം അതൊക്കെ എന്താണ്, എങ്ങനെയാണത് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. പാർട്ടി സർക്കുലർ കൊടുത്താൽ അവിടെ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ കൈ കാണില്ല, കാല് കാണില്ല എന്നുള്ളത് നമുക്കറിയാം. പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും അവരൊക്കെ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് പണി ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് മുമ്പിൽ വന്ന് ഭയഭക്തി ബഹുമാനത്തോടുകൂടി പഞ്ചപുച്ഛമടക്കി കുറേ ആളുകൾ ഇരിക്കുന്നത് ഈ നവകേരള സദസ്സിൻ്റെ നേട്ടമായി കാളികൂളികൾ പറയുന്നെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഈ നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലെ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പരാതികൾ പരിഹരിക്കുന്നു എന്നല്ലേ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞത്? അതായത് പരാതി പരിഹരിക്കാനുള്ള ആളുകൾ ഞങ്ങളെ കാണാൻ വരുന്നതിന് പകരം പരാതി പരിഹരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞങ്ങളിതാ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതിന് തുടക്കമിട്ടത്. സത്യത്തിൽ ആ വ്യായാമം തന്നെ അബദ്ധമായിരുന്നു, അസംബന്ധമായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താ, ഇന്നത്തെ ഇന്റർനെറ്റിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരെ കാണാൻ വരുന്നു, അല്ലെ മന്ത്രിമാരെ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നതൊക്കെ തീർത്തും അപ്രസക്തമല്ലേ സുഹൃത്തുക്കളെ? കാരണം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഇന്റർനെറ്റിൽ കൂടി പിന്നെ ആ സംവിധാനത്തിൽ കൂടി പരിഹരിക്കുന്നതിന് തടസ്സം എന്താ ഉള്ളത്? ഇനി അതല്ല, യഥാർത്ഥത്തിൽ പരാതി പരിഹരിക്കലാണ് ലക്ഷ്യമായിരുന്നുവെങ്കിൽ 2011-16 കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തന്ന് പരാതി പരിഹരിക്കുന്നത് എന്നുള്ളത് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങളെ കാണിച്ചു തന്നല്ലേ? എത്രയോ 10,000-കണക്കിന് പരാതികൾ ഓരോ ജില്ലയിലും നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പരിഹരിച്ചു കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അത് പരിഹരിക്കാനായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പിണറായി വിജയൻ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 17 മണിക്കൂർ കുന്തക്കാലിൽ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് പരാതി പരിഹരിച്ച സാഹചര്യത്തിൽ 1 മണിക്കൂറും 70 മിനിറ്റുമെങ്കിലും കുന്തക്കാലിൽ നിൽക്കാൻ പിണറായി വിജയൻ കഴിയുമോ? ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴും പിണറായി വിജയൻ. പിന്നെ പൊക്കിയെടുത്ത് ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും പിണറായി വിജയൻ. അവിടെ അതൊന്നും നടക്കാത്ത കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യായാമം തന്നെ അസംബന്ധമായി. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഉദ്ദേശം എന്ന് പറയുന്നത്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പ്രസംഗം നടത്തുക, 140 മണ്ഡലങ്ങളിലും പോയി അതിന് ഖജനാവിൽ നിന്ന് എൻ്റെ നിങ്ങളുടെയൊക്കെ നികുതി പണം ഉപയോഗിക്കുക. ഇതായിരുന്നല്ലോ ലക്ഷ്യം. ഇതൊക്കെ നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാകാത്ത ആളുകളാണോ കേരളത്തിലുള്ളത്? ഇപ്പോഴത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്താകുമെന്നറിയാം. അതുകൊണ്ട് അതിനു മുമ്പ് ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി 21 മന്ത്രിമാരും 140 മണ്ഡലങ്ങളിൽ പോയി രാഷ്ട്രീയം പറയുക. ഇതായിരുന്നു ലക്ഷ്യം. ഇതായിരുന്നു തുടക്കത്തിലുള്ള ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? എത്ര പരാതികൾ പരിഹരിച്ചിട്ടുണ്ട്? അതിനെക്കുറിച്ച് സർക്കാരിന് തന്നെ ഒരു പിടിയില്ല. പരാതികൾ നേരിട്ട് മന്ത്രിമാർ സ്വീകരിച്ചിട്ടില്ല. പരാതികൾ സ്വീകരിച്ച കുറേ ഉദ്യോഗസ്ഥന്മാരാണ്. വന്ന് കിട്ടിയ പരാതികളിൽ ഒരു 100% പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. പിന്നീട് എന്താ ആകപ്പാടെ നടന്നത് എല്ലാ മണ്ഡലത്തിലുമുള്ള മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞതുപോലെ കേട്ടാൽ പുച്ഛം തോന്നുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ, അഹങ്കാരം, അപ്രമാദിത്വം, താൻ പ്രമാണിത്വം, ഇതൊക്കെയാണ് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വേറെ പല കാര്യങ്ങളും നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? പാർട്ടിയുടെ ഖജനാവ് വീർത്തു, പാർട്ടി നേതാക്കന്മാരുടെ കുംഭ വീർത്തു, പാർട്ടി നേതാക്കന്മാരുടെ പള്ള വീർത്തു. എങ്ങനെ? പച്ച നോട്ടുകൾ കൊണ്ട്. അതാണ് പ്രധാനമായിട്ടും നടന്നത്. 140 മണ്ഡലങ്ങളിലും നല്ലപോലെ ഈ പാർട്ടി നേതാക്കന്മാരും MLA-മാരും ഒക്കെ നല്ലപോലെ പണമുണ്ടാക്കി, നല്ലപോലെ പൈസ പിരിച്ചു. അതാണ് ഇതിനകത്തൂടെ നടന്നത്. പണമുണ്ടാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള പണം ആയിക്കഴിഞ്ഞു. അതറിയണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഖജനാവിൽ വന്ന് വീണ പണം, MLA-മാരുടെ കീശയിൽ വന്ന് വീണ പണം, ഈ MLA-മാരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു MLA ഉണ്ട്, എന്താണ് അയാളുടെ പേര്? കടകംപള്ളി സുരേന്ദ്രൻ. അയാൾ എത്ര കോടി പിരിച്ചു എന്നുള്ളത് അറിയണമെന്നെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നോക്കിയാൽ മതി.
അവിടെ ശ്രീകാര്യം ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ നിന്നൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടന്നു. അതോടൊപ്പം തന്നെ പള്ള വീർത്തു, കുംഭ വീർത്തു, പാർട്ടിയുടെ ഖജനാവ് വീർത്തു, MLA-മാരുടെ പള്ള വീർത്തു, വയറ് വീർത്തു, അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിറഞ്ഞു. ഇതാണ് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മന്ത്രിമാരെയും ഓരോ വെയിങ് മെഷീന് മുകളിൽ കയറ്റി നിർത്തിയാൽ ഈ നവകേരള സദസ്സ് കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റും. എന്താ? നല്ലപോലെ തൂക്കം കൂടിയിട്ടുണ്ടാവും ഈ മന്ത്രിമാരുടെ. ചുരുങ്ങിയത് ഒരു 6-7 കിലോ മുതൽ ഒരു 10 കിലോ വരെയെങ്കിലും ഈ മന്ത്രിമാരുടെ തൂക്കം വർദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നവംബർ 17 മുതലുള്ള പ്രധാനപ്പെട്ട പണി തീറ്റിയാണ്. നല്ലപോലെ തിന്നുക എന്നുള്ളതാണ്. കുടിയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിന് ഞാനത് പറയുന്നില്ല. കാരണം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടല്ലോ കുടി. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് ഊഹിക്കാം. ഓരോരുത്തരെയൊക്കെ കണ്ടാൽ നമുക്കറിയാമല്ലോ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നല്ലപോലെ ഭക്ഷണം കഴിച്ച് വീർത്തു, ചീർത്തു, ദുർമേധസ് വർദ്ധിച്ചു. ഇതാണ് സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി പൊളിക്കുക. ഇതാണ് നടന്ന മൂന്നാമത്തെ ഒരു കലാപരിപാടി. അതിപ്പോൾ പക്ഷേ തിരിച്ചു കിട്ടി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്നിട്ടാണെങ്കിലും ഈ യൂത്ത് കോൺഗ്രസ്സുകാരന് ഈ മൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അടിച്ച് കൈയും കാലും പൊട്ടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കുറച്ചൊക്കെ നനങ്ങി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അങ്ങ് പഴയങ്ങാടിയിൽ നിന്ന് ഇവിടം വരെ അടിയോടടി. അതായിരുന്നു മൂന്നാമത്തെ ഒരു കലാപരിപാടി. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില പൊട്ടന്മാരായിട്ടുള്ള, ചില മരപ്പൊട്ടന്മാരായിട്ടുള്ള മന്ത്രിമാരെ ചില കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കുക. എന്നുവെച്ചാൽ എന്താണ്, ദൈവം തന്ന നിധിയാണ് മുഖ്യമന്ത്രി എന്ന് ഒരു മന്ത്രി വിളിച്ച് പറഞ്ഞു. അവനൊക്കെ വല്ല വിവരമുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നു. ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ്. ദൈവം മനുഷ്യന് തന്ന വരദാനമാണ് പിണറായി വിജയൻ എന്ന് പറയുകയാണ്. ആരാണ്? VN വാസവൻ. അവനെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറയുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞെന്താണ്? എവിടെയോ വന്നപ്പോഴത്തേക്ക് പറയുകയാണ്, നവകേരള സദസ്സ് ഇനി നവകേരള മൈതാനമായി അറിയപ്പെടണം. കാരണം പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ ഒരു മൈതാനമാണ്. ഇതിനൊക്കെ ആലോചിച്ച് നോക്കും. ഞാൻ CPM-ന്റെ ഒരു അവസ്ഥ, CPM എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, മന്ത്രി, അയാൾ പറയുകയാണ്, VN വാസവൻ പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ പാദസ്പർശമേറ്റ. എന്താണ് നമ്മളതിനകത്തൊക്കെ പറയുക? അപ്പോൾ ഇതൊക്കെയാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. എനിക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പിണറായി വിജയനോട് വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനാണല്ലോ പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകരിൽ ഒരാളായി പ്രേക്ഷകർ കണക്കാക്കുന്നത് തന്നെയാണല്ലോ. പക്ഷേ ഞാൻ പറയുന്നു, എനിക്ക് പിണറായി വിജയനോട് നന്ദിയും ബഹുമാനവും ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ നവകേരള യാത്ര നടത്തിയതിന്, അല്ലെങ്കിൽ ഈ നവകേരള സദസ്സ് നടത്തിയതിന് എനിക്ക് പിണറായി വിജയനോട് നന്ദിയും ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താ കാരണം? അതായത് പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന എതിർപ്പും അറപ്പും വെറുപ്പും എല്ലാം പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, എല്ലാം ഒന്ന് ധ്രുവീകരിച്ചെടുക്കാൻ, എല്ലാത്തിനും ഒന്ന് ഒരുമിപ്പിക്കാൻ, എന്താ എല്ലാത്തിനും ഒന്ന് മൊബിലൈസ് ചെയ്യാൻ സത്യത്തിൽ ഈ നവകേരള സദസ്സ് വളരെയധികം സഹായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെയാണ് ചീത്ത വിളിക്കുന്നത്. സ്ത്രീകളൊക്കെ വന്ന് ചീത്ത, നമ്മൾ മറിയക്കുട്ടിയൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? മറിയക്കുട്ടിയൊക്കെ ഈ നവകേരള സദസ്സിൻ്റെ സൃഷ്ടിയാണെന്ന് ഞാൻ പറയും. സ്ത്രീകളൊക്കെ വരുന്നിരുന്ന് പച്ച ചീത്ത വിളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും വന്നിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ നിലയിലേക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള വെറുപ്പ് ഒന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, ഒന്ന് മൊബിലൈസ് ചെയ്യാൻ, ഒന്ന് ഒരുമിപ്പിച്ചെടുക്കാൻ ഈ നവകേരള സദസ്സ് വലിയ പങ്ക് വഹിച്ച സാഹചര്യത്തിൽ ഈ നവകേരള സദസ്സ് നടത്തിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എൻ്റെ ബഹുമാനവും എൻ്റെ സ്നേഹവും ഒന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.